അപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പൊന്നിനെ കാണാൻ പറ്റിയില്ലേ? കുളം ഉണ്ടത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗിലേക്ക് നമുക്ക് പോവേണ്ടത് തൃപ്രയാറാണ് കേട്ടോ. തൃപ്രയാർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് നോക്കി നിൽക്കുകയാണ്. ഇന്ന് നല്ല തിരക്കുണ്ടെന്നാണ് ഒരറിവ്. കുറേ നേരമായിട്ട് നിന്നിട്ട് ബസ്സൊന്നും വന്നിട്ടില്ല. അമ്മയ്ക്കൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ബസ് വരുന്നുണ്ട്, ദൂരേന്ന് ബസ് വരുന്നു. അപ്പോൾ ആ ബസ് വരുന്നുണ്ട്. ബസ്സിൽ നല്ല തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. നോക്കാം. അമ്മ ഒരു പരിചയക്കാരിയെ കണ്ട് സംസാരിച്ചോണ്ട് നിൽക്കാം. കയറാൻ പറ്റുവാടാ? നമ്മളില്ലേ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു കുളം ഉണ്ടത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇറങ്ങാൻ പറ്റുമോ? പതുക്കെ പതുക്കെ തന്നെ. ആ നിൽക്കുക, അവർ കയറി ഇറങ്ങട്ടെ. അല്ല, ഇറങ്ങി കയറട്ടെ. പിന്നെ എവിടെ പറയിട്ടായിരുന്നോ? മഴ നനയാതെ നമ്മൾ തൃപ്രയാർ അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ടേ, ഒരു മിനിറ്റ് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഞങ്ങളാണെങ്കിൽ CM വരുന്നുണ്ടെന്ന് അറിയാതെയാണ് വന്നത്. അവിടെ ഓട്ടോക്കാരെ നിർത്തിയപ്പോഴാണ് പറഞ്ഞത് മുഖ്യമന്ത്രി വരുമെന്ന്. നിന്ന് അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ നിന്ന് കണ്ട്. ഇന്ന് സർപ്രൈസ്. നിങ്ങളൊന്ന് ഫ്രണ്ട് ചെയ്ത് മറന്ന് ഫ്രണ്ട് ചെയ്ത് മറന്ന് നമ്മുടെ ഇതാണ് കഴിപ്പിച്ചാണ്.
പൊട്ടിക്കാൻ പോകുന്ന വെടിവഴിപാട്, CM നടത്തുന്ന വെടിവഴിപാട്. നമസ്കാരം ഗിരികളെ. നല്ല മഴയാണ് ഗൈസ്, ഭയങ്കര മഴ, ഇടിച്ചു കുത്തി മഴ. ഇത്രയും ദിവസം ഇങ്ങനെ ഒരു മഴ കൊള്ളേണ്ടി വന്നിട്ടേ ഇല്ല. ഗൈസ് ഞാൻ മുഖ്യമന്ത്രി സാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഗൈസ് കാണിച്ചു തരാം. പ്രൗഡ് മൊമെൻ്റാന്ന് തോന്നുന്നു. വീഡിയോ എന്താ ഗൈസ് സാറിനെ കാണാൻ പറ്റുന്നില്ല. ശരിക്ക്? ആ കണ്ട ഷേഖാൻ്റെ കൊടുക്കുന്നത്. ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നുണ്ട്. ഞാനും ശംഖു ആരാ ഷേഖാൻ്റെ കൊടുക്കുന്നത്? തിരിഞ്ഞു വന്നിട്ട് കൊച്ചിനെ പിടിക്കാൻ പറഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് കൊടുക്കുവാണേ. ആ അടിപൊളിയാണല്ലോ ശംഖു. തിരിഞ്ഞു വന്നിപ്പോ കൊടുക്കുവേ. സൂപ്പർ. ജിംബ്രു നമ്മുടെ പൊന്ന് മാത്രമേ ഉള്ളൂ കൊടുക്കാത്ത. പൊന്നിനെ കാണാൻ പറ്റിയില്ലേ? ഞാനാണെങ്കിൽ അടുത്ത് പോയി ഫോട്ടോ എടുത്ത് പറവൂര് തന്നെ 25 കൊല്ലോ. 5 പ്രാവശ്യം ആ അതെ 5 പ്രാവശ്യം 25 വർഷം ഉണ്ടാകും. ആ വേറെ കാര്യം, അമ്പലത്തിലൊന്നും ആരും ഒരു വിലക്കോ അതേപോലെ തന്നെ ഞങ്ങളോട് ഓട്ടോക്കാരൻ മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അകത്ത് കയറിയിട്ട് നമുക്ക് ആ ഒരു ഇതില്ല. ഏത് തൊഴിലോ പോയി എന്നുള്ള രീതിയിൽ തന്നെ. ശംഖുവിനോട് ചോദിച്ചു മുഖ്യമന്ത്രി എങ്ങനെയുണ്ട്. നല്ല മനസ്സിലായി. മോന് സ്കൂളിലൊക്കെ ചോദ്യം വരുന്നയാ മോനെ. എന്തോ മുഖ്യമന്ത്രി എങ്ങനെയാണെന്നോ? അതല്ല ആരാ മുഖ്യമന്ത്രിയെന്ന് ഞാൻ ഇവിടെ വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനല്ലായിരുന്നു. അത് ഉടനെ അതുപോലെ മാറിയത് അറിഞ്ഞില്ല. അനു ഇനിയും പ്രതിപക്ഷം പിണറായി വിജയൻ കേട്ടാ. ആ ഓടി ഓടി വന്നപ്പം മനസ്സിലായി. ടെൻഷനായോ? എന്തിനാ ടെൻഷനായത്? അയ്യോ എൻ്റെ ദൈവമേ. ക്ഷേത്ര ദർശനവും CM വിസിറ്റും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പ്രൈവറ്റ് ബസ്സിൽ തന്നെയാണ് പോകുന്നത്. നല്ല 90s ന്യൂസ്റ്റു പാട്ടൊക്കെ കേട്ട് ഉറങ്ങി. എല്ലാവരും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അന്നു കുറേ നേരം കൊണ്ട് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ, അങ്ങോട്ട് ഇങ്ങി വരെ. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി. പിന്നെ രാവിലെ ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. പക്ഷേ ഇന്ന് പെയ്ത ഒറ്റ മഴയും നമ്മൾ വെറുതെ കളഞ്ഞിട്ട് എല്ലാം ശിരസാ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴത്തേന് ഭയങ്കര മഴ. വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സ് പതിപ്പിച്ച സ്ഥലത്ത് കയറി നിന്നു. പക്ഷേ ആ നാട്ടിലുള്ള എല്ലാവരും ആ കുടക്കീഴിലുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ നന്നായിട്ട് മഴ നനഞ്ഞു. കുറച്ച് നേരമൊക്കെ അവിടെ നോക്കി നിന്ന് ഞങ്ങൾ പിന്നെ ഊബറൊക്കെ വിളിച്ചിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.